ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. 37. ധ്യാനത്തിൽ നിന്നുണർന്ന അമരേന്ദ്രൻ തന്റെ കണ്ണുകൾ പതുക്കെ തുറന്നു. അവന്റെ മുഖമാകെ തേജസ്സുള്ള ഒരു പ്രകാശം നിറഞ്ഞു നിന്നു. അവന്റെ കണ്ണുകൾ ഇളം പച്ച നിറമായിരുന്നു. ഏറെക്കാലത്തെ പരിശ്രമത്തിനൊടുവിൽ നേടിയെടുത്തതാണ് അപരാജിത പദവി. ആ നേട്ടത്തിന് ശേഷം ഏതൊരു യോദ്ധാവിന്റെയും ശരീരവും മനസ്സും തളരും. ഈ സമയം വിശ്രമം ആവശ്യമാണ്. അതിനുശേഷം തളർന്ന നിന്റെ ശക്തികളെല്ലാം വീണ്ടെടുക്കണം. നൂതന വിദ്യകൾ അഭ്യസിക്കണം. അപ്പോൾ മാത്രമേ നിനക്ക് മഹായോഗിയായി മാറാൻ കഴിയൂ. വരുണമിത്രൻ പറഞ്ഞു. വീണ്ടും തന്റെ പരിശീലന പരിപാടികൾ തുടരേണ്ടതാണെന്നും പുതിയ വിദ്യകൾ സ്വായത്തമാക്കേണ്ടതാണെന്നും അമരന് മനസ്സിലായി. ഈ സമയം അമരന് തന്റെ കയ്യിൽ ഒരു മഞ്ഞ വെളിച്ചം തിളങ്ങുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. അവന്റെ ശക്തികൾ ക്ഷയിക്കുന്നതിന്റെ അടയാളമായിരുന്നു അത്. ഗുരുദേവ, എന്റെ ശക്തി കുറഞ്ഞിരിക്കുന്നു. കൂടുതൽ ശക്തി നേടേണ്ടത് അത്യാവശ്യമാണ്. ഈ സമയം ശക്തനായ മറ്റൊരാളുമായി യുദ്ധം ചെയ്യാൻ ഞാൻ പ്രാപ്തനല്ല. അതിനാൽ എത്രയും വേഗം എനിക്കെന്റെ ശക്തികളെ ബലപ്പെടുത്തണം, അമരൻ പറഞ്ഞു. നീ പറയുന്നത് ശരിയാണ് അമര. ആദ്യഘട്ട വിദ്യയുടെ അതേ അളവിൽ ഇപ്പോൾ നൂതന വിദ്യയുടെ ശക്തിയും ഒരുപോലെ നിന്റെ ശരീരത്തിലുണ്ട്. കുമാരന് വേണമെങ്കിൽ പ്രത്യേക വിദ്യകൾ ഉപയോഗിച്ച് ശക്തികൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കാവുന്നതാണ്. എന്നാൽ അതിനുള്ള സമയം ഇപ്പോഴല്ല. ഇപ്പോൾ കുമാരന് ആവശ്യം വിശ്രമമാണ്. ഇപ്പോഴത്തെ തളർച്ചയ്ക്ക് ശേഷം വിശ്രമിക്കേണ്ടത് അനിവാര്യമാണ്. ഈ സമയം ശത്രുക്കളിൽ നിന്നും ഒരു അകലം പാലിക്കുന്നത് നല്ലതാണ്, വരുണമിത്രൻ പറഞ്ഞു. ഗുരുവാക്യം കേട്ട് അമരൻ തലയാട്ടി സമ്മതിച്ചു. ഇപ്പോൾ അപരാജിത നിലവാരത്തിലാണെങ്കിലും കുറച്ചു ദിവസം മറ്റുള്ളവരിൽ നിന്നും ജാഗ്രത പാലിക്കുന്നതാണ് ബുദ്ധിയെന്ന് അമരന് ഗുരുദേവൻ പറഞ്ഞതിൽ നിന്നും വ്യക്തമായി. വരുണമിത്രൻ തുടർന്നു. അമര, നീ ഇനി മുതൽ അതീവ ജാഗ്രതയോടെ ഇരിക്കണം. ഇനി നീ സഞ്ചരിക്കുന്ന വഴികൾ വളരെ ദുഷ്കരമായിരിക്കും. ഗുരുദേവ, അങ്ങ് പറഞ്ഞു തന്ന നൂതന വിദ്യ ഏത് നിലവാരത്തിലുള്ള ശക്തിയാണ്? അമരൻ ജിജ്ഞാസയോടെ ചോദിച്ചു. അമരന്റെ ചോദ്യത്തിന് വരുണമിത്രൻ ചിന്തിച്ചുകൊണ്ട് തന്റെ താടിയിൽ തലോടിക്കൊണ്ട് മറുപടി പറഞ്ഞു. ഇതിപ്പോൾ പറയാൻ സാധിക്കില്ല. എന്നാൽ ആ ശക്തി അഷ്ടശക്തിക്കും മുകളിലുള്ള ശക്തിയാണ്. അതെനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. ഗുരുവാക്യം കേട്ട് അമരന് ആശ്ചര്യം തോന്നി. അഷ്ടശക്തി രണ്ടാം തരത്തിലുള്ള വിദ്യയാണ്. ഗുരു പറയുന്ന നൂതന വിദ്യ അഷ്ടശക്തിക്കും മുകളിലുള്ള വിദ്യയാണ്. അപ്പോൾ ഈ വിദ്യ മൂന്നാം നിലയിലുള്ള വിദ്യയാവും. സാധാരണയായി ഒരാൾക്ക് രണ്ടാം ഘട്ടത്തിലുള്ള വിദ്യ പഠിക്കണമെങ്കിൽ നല്ല സമ്പത്തും ഭാഗ്യവും വേണം. അതേസമയം ഈ മൂന്നാം ഘട്ട വിദ്യ ഒരു സാധാരണ വിദ്യ അല്ല. വിലമതിക്കാൻ കഴിയാത്തത്ര വലിയ മൂല്യമുള്ള വിദ്യയാണ്. വജ്രത്തെക്കാൾ മൂല്യമുള്ള വിജ്ഞാന വിദ്യ. സാധാരണയായി ഈ വിദ്യ പഠിച്ചെടുക്കാൻ വരുന്ന ചെലവ് 1,00,000 സ്വർണ്ണ നാണയങ്ങളാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ തുക ഒരു സാമ്രാജ്യത്തിലെ 1 വർഷത്തെ വരുമാനമാണ്. അമരൻ മനസ്സിൽ എന്തൊക്കെയോ കണക്കുകൂട്ടി. ആ പുതിയ വിദ്യ ഉടൻ പഠിക്കണമെന്ന് അമരൻ ആഗ്രഹിച്ചു. ഈ വിദ്യ എത്രയും പെട്ടെന്ന് പഠിപ്പിക്കാൻ ഗുരുവിനോട് പറഞ്ഞാലോ എന്ന് ഒരു വേള അമരന് തോന്നി. പക്ഷേ മറ്റു ചില ചിന്തകൾ അവനെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു. അവന്റെ മനസ്സിന്റെ ചിന്തയെ വഴിതിരിച്ചു വിടാനായി അമരൻ ചോദിച്ചു. ഗുരു, എനിക്കും ഒരു വൈദ്യനാകാൻ കഴിയുമോ? ഇത് കേട്ടതും വരുണമിത്രൻ അല്പം അമ്പരന്നു. എന്തുകൊണ്ടാണ് അമരൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതെന്ന് അയാൾക്ക് മനസ്സിലായില്ല. ഗുരു ആശയക്കുഴപ്പത്തിലായി. എന്താണ് അമര ഇപ്പോൾ ഇങ്ങനൊരു ആഗ്രഹം തോന്നാൻ? ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഒന്നിലും പതറരുത്. ശരിയായ പാതയിൽ തന്നെ സഞ്ചരിക്കണം. യാത്രക്കിടെ എവിടെ വെച്ചും പിന്തിരിയരുത്. കുമാരന്റെ ലക്ഷ്യസ്ഥാനം ഓർമ്മയുണ്ടോ ഇല്ലയോ? അദ്ദേഹം ചോദിച്ചു. അയ്യോ, നല്ല ഓർമ്മയുണ്ട് ഗുരു. വാസുകിയെ കീഴടക്കുക എന്നതാണ് എന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഇത്ര കഷ്ടപ്പെട്ട് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. വെറുതെ ഒരു സംശയം കൊണ്ട് ചോദിച്ചു എന്ന് മാത്രം. അതിലപ്പുറം ഈ ചോദ്യത്തിന് ഒരു പ്രസക്തിയുമില്ല ഗുരു, അമരൻ പറഞ്ഞു. ഇപ്പോൾ വാസുകി നിന്നെ തോൽപ്പിക്കാൻ അതികഠിനമായ അഭ്യാസത്തിലാണ്. അവൾ ഇതിനകം തന്നെ തികഞ്ഞ അഭ്യാസിയായി മാറിക്കഴിഞ്ഞു. ഇനിയും വാസുകി കൂടുതൽ ശക്തികൾ നേടി ബലമുള്ളവളായി മാറുമ്പോൾ നിനക്കെങ്ങനെ അവളേക്കാൾ കഴിവുള്ളവനാകാൻ കഴിയും? അതിനാണ് കൂടുതൽ പരിശീലനം വേണ്ടത്. ഈ പാഞ്ചാല നഗരം
അതിനനുയോജ്യമല്ല. നമുക്ക് എത്രയും പെട്ടെന്ന് ഈ പാഞ്ചാല നഗരം വിട്ട് പുറത്തുപോയി പരിശീലനം തുടരണം. അപ്പോൾ മാത്രമേ നിനക്കിതിലും കൂടുതൽ പരിശീലിക്കാൻ കഴിയൂ. അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു. നിന്നെ പുറം നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി 1 വർഷം അവിടെ വെച്ച് കഠിന പരിശീലനം നടത്താമെന്ന്. നിനക്ക് എന്റെ തീരുമാനം കേട്ടിട്ട് എന്താണ് തോന്നുന്നത് അമര? വരുണമിത്രന്റെ വാക്കുകൾ കേട്ട് അമരൻ അമ്പരന്നു. നമ്മുടെ പാഞ്ചാല നഗരം വിട്ട് 1 വർഷത്തേക്ക് പുറത്തു പോകാനോ? അവൻ ആശ്ചര്യത്തോടെ ചോദിച്ചു. അതേ അമര, ഇപ്പോൾ തന്നെ 1 വർഷമായി പലതരം പരിശീലനങ്ങൾ തുടങ്ങിയിട്ട്. ഇനി ഒരുപാട് സമയമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് നീ ശക്തി ചക്രവർത്തി നിലയിലേക്ക് ഉയരണം. നീ പരിശീലിക്കുന്ന അതേ സമയത്ത് തന്നെ വാസുകിയും പരിശീലനം നടത്തുന്നുണ്ട്. അവളുടെ കൂടെ മഹാന്മാരായ പരിശീലകരും വൈദ്യനുമുണ്ട്. അവളെ തോൽപ്പിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവളെക്കാളും ശക്തിശാലിയാവണമെങ്കിൽ കഠിനമായ പരിശീലനം അത്യാവശ്യമാണ്. നിനക്കതിന് സ്വയം തയ്യാറെടുക്കണ്ടേ? അതുകൊണ്ടാണ് നീ ഇവിടെ പരിമിതമായ ഇടത്തു നിന്നും പരിശീലിച്ചാൽ പോരാ. കുറച്ചുകൂടെ വിശാലവും ഏകാഗ്രവുമായ ഒരു അന്തരീക്ഷം നിനക്ക് അത്യാവശ്യമാണ്. നമുക്ക് അങ്ങനെ ഒരിടം എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. വരുണമിത്രൻ പറഞ്ഞു. സാരമില്ല ഗുരു, എനിക്ക് വാസുകിയെ കീഴടക്കണം. അതാണ് ഏറ്റവും പ്രധാനം. അതിനായി ഞാൻ ഏതറ്റം വരെയും പോകും. എന്റെ ശക്തികൾ വർദ്ധിപ്പിക്കാനായി ജന്മനാട് വിടേണ്ടി വന്നാലും ഞാൻ അതിന് തയ്യാറാണ്. നമ്മൾ എപ്പോഴാണ് പോകുന്നത്? പറയൂ ഗുരു. അമരൻ തിരക്ക് കൂട്ടി. 2 മാസത്തിനുള്ളിൽ നമുക്ക് പോകേണ്ടി വരും. നീ യാത്രയ്ക്ക് തയ്യാറായിക്കൊള്ളൂ, ഗുരു പറഞ്ഞു. എന്തിനാണ് 2 മാസം കാത്തിരിക്കുന്നത് ഗുരു? പോകാമെന്ന് തീരുമാനിച്ചിട്ട് 2 മാസം താമസം? എത്രയും പെട്ടെന്ന് പൊയ്ക്കൂടെ? അമരൻ ചോദിച്ചു. അതിന് കാരണമുണ്ട് അമര. രക്ഷമല്ലർ പരിശീലന കേന്ദ്രത്തിൽ അടുത്ത മാസം പുതിയ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാൻ തുടങ്ങും. കുമാരനും അതിൽ പങ്കെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, വരുണമിത്രൻ പറഞ്ഞു. അത് കേട്ട അമരൻ ആകെ വല്ലാതായി. ഈ ഗുരുവിന് എന്ത് സംഭവിച്ചു? ആ പരിശീലന കളരിയിൽ പോകാൻ അദ്ദേഹം എന്നോട് ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എല്ലാ വിദ്യയിലും നിപുണനായ ഗുരു ഇവിടെ ഉള്ളപ്പോൾ ഞാൻ എന്തിന് അവിടെ പോയി പഠിക്കണം? ഗുരു പറഞ്ഞത് അമരനെ ആകെ ആശയക്കുഴപ്പത്തിലാക്കി. അമര, എന്താണ് നീ ആലോചിക്കുന്നത്? എന്റെ ഗുരുദേവനോട് ഉള്ളപ്പോൾ ഞാൻ എന്തിന് വിദ്യകൾ പരിശീലിക്കാനായി രക്ഷമല്ലർ പരിശീലന കേന്ദ്രത്തിൽ പോകണം? അതിന്റെ ആവശ്യമുണ്ടോ? ആ രക്ഷമല്ലർ പരിശീലന കേന്ദ്രത്തിന് അത്രയേറെ പ്രത്യേകതയുണ്ടോ? എന്തിനാണ് അവിടെ പോകണം എന്ന് പറയുന്നത്? ആ പരിശീലന കേന്ദ്രത്തിൽ ചേരാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് വിദ്യകൾ പഠിക്കാനല്ല, ദൈവീക വെളിച്ചം ലഭിക്കാനാണ്, വരുണമിത്രൻ പറഞ്ഞു. അത് കേട്ട് അമരൻ ഞെട്ടി. നിങ്ങൾ എന്താണ് പറയുന്നത് ഗുരുദേവ? രക്ഷമല്ലർ പരിശീലനശാലയും ദിവ്യപ്രകാശവും തമ്മിൽ എന്താണ് ബന്ധം? അമരൻ അത്ഭുതത്തോടെ ചോദിച്ചു. തീർച്ചയായും ഒരു ബന്ധമുണ്ട്. ആ രക്ഷമല്ലർ പരിശീലന കളരിയിൽ ഒരു പ്രത്യേകതരം ദിവ്യപ്രകാശമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിന്റെ പേര് ദിവ്യരോഷിണി എന്നാണ്. അത് 14ാമത്തെ ഏറ്റവും ശക്തിയുള്ള പ്രകാശമാണ്. കുമാരന് മാത്രം എങ്ങനെയെങ്കിലും അത് നേടിയെടുക്കാൻ കഴിഞ്ഞാൽ കുമാരൻ ആർജിച്ചെടുക്കാൻ പോകുന്ന വിദ്യയുടെ ശക്തി 10 മടങ്ങ് വർദ്ധിക്കും. വരുണമിത്രൻ പറയുന്നത് കേട്ട് അമരൻ ആ പ്രത്യേക പ്രകാശത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അവൻ മനസ്സിൽ പറഞ്ഞു, ഗുരു പറയുന്നത് പോലെ ആ ദിവ്യമായ രോഷ്നിയുടെ ശക്തി എനിക്ക് ലഭിച്ചാൽ എനിക്ക് ആ വാസുകിയേക്കാൾ ശക്തനാകാൻ കഴിയും. താമസിയാതെ ഞാൻ ആ പരിശീലന കളരിയിൽ ചേരും. ഈ പ്രത്യേക പ്രകാശം ഞാൻ കരസ്ഥമാക്കും. ശക്തനാകാനുള്ള ആഗ്രഹം അമരന്റെ കണ്ണുകളിൽ മറ്റൊരു തിളക്കം കൊണ്ടുവന്നു. അവൻ പുഞ്ചിരിയോടെ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങാൻ തുടങ്ങി. അപ്പോൾ വരുണമിത്രൻ പെട്ടെന്ന് നിൽക്ക് അമര എന്ന് മുന്നറിയിപ്പ് നൽകി. പെട്ടെന്നൊന്നും മനസ്സിലാകാതെ അവൻ നിന്നു. അപ്പോഴാണ് തലയ്ക്ക് മുകളിൽ നിന്ന് ഒരു വിഷപ്പാമ്പ് നിലത്തേക്ക് വീണത്. അത് കണ്ട അമരൻ പെട്ടെന്ന് സ്തംഭിച്ചു പോയി. വളരെ നന്ദി ഗുരുവേ, അങ്ങ് വിളിച്ചില്ലായിരുന്നെങ്കിൽ അതെന്റെ തലയിൽ വീണേനെ. നമ്മൾ പുറം നാട്ടിൽ പോകുന്നതിനെ പറ്റി സംസാരിക്കുമ്പോൾ എങ്ങനെയൊക്കെ സംഭവിക്കുന്നു? ഈ പാമ്പിന്റെ പ്രവേശനത്തിൽ ഇനിയിപ്പോൾ അതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ ഗുരു? ഇതെന്തെങ്കിലും ദുസൂചനയാണോ? അമര, നീ കാണുന്നതെല്ലാം സംശയിക്കുന്നതെന്തിന്? ഇതൊരു സാധാരണ സംഗതിയാണ് അമര.
ഗുഹകളിൽ ഇതുപോലുള്ള ജീവികൾ ഉണ്ടാവുന്നത് സർവ്വസാധാരണമാണ്. മാത്രമല്ല, നമ്മൾ ഈ ഗുഹയിൽ പുതിയതാണ്. ആ പാമ്പിന് പുറത്തേക്ക് പോവാൻ വേറെ വഴിയില്ല. ഗുഹ ആ ജീവിയുടെ വീടാണ്. നമ്മളാണ് അതിന്റെ വീട്ടിലേക്ക് അനുവാദം കൂടാതെ പ്രവേശിച്ചത്. എന്നിട്ട് നമ്മൾ പാമ്പിനെ പറഞ്ഞിട്ട് എന്താണ് കാര്യം? അമരന്റെ സന്ദേഹത്തിന് തമാശയായി ഗുരു മറുപടി പറഞ്ഞു. അത് കേട്ട് അമരൻ ചിരിച്ചു. വരുണമിത്രൻ അമരന്റെ മോതിരത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങിയ അമരൻ ആശ്വാസത്തിന്റെ നെടുവീർപ്പിട്ടു. കൊട്ടാരത്തിലേക്ക് മടങ്ങി. കൊട്ടാരത്തിന്റെ പ്രവേശന കവാടത്തിൽ താരകേയ രാജവംശത്തിലെ ചില മുതിർന്നവർ നിൽക്കുന്നത് ദൂരെ നിന്നേ അമരൻ ശ്രദ്ധിച്ചു. അവരുടെ എല്ലാവരുടെയും മുഖങ്ങൾ പരിഭ്രമത്താൽ ചെറുതായി വിളറിയിരുന്നു. എന്തിനാണ് അവരെല്ലാവരും കൊട്ടാരത്തിൽ കൂടിയിരിക്കുന്നത്? എവരുടെയും മുഖത്തെന്താണ് ഒരു വല്ലായിക? എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നതും മുഖമെല്ലാം വാടിപ്പോയിരിക്കുന്നതും കാണുമ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്ന് വ്യക്തം. പിതാവും ഇതേ ആകുലതയിലായിരിക്കുമോ? അകത്തേക്ക് പോയി നോക്കാം, അപ്പോൾ മാത്രമേ മനസ്സിലാകൂ എന്താണ് പ്രശ്നമെന്ന് ചിന്തിച്ചുകൊണ്ട് അമരൻ കൊട്ടാരത്തിനരികിലെത്തി. അകത്ത് കടന്നപ്പോൾ തന്നെ മാധുരിയെ കണ്ടു. അമരനെ കണ്ടപ്പോൾ മാധുരിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. മാധുരിയെ കണ്ടപ്പോൾ പതിവില്ലാത്ത വണ്ണം അമരന്റെ ഹൃദയം പടപടാ മിടിക്കാൻ തുടങ്ങി. വരുണമിത്രൻ മാധുരിയെക്കുറിച്ച് പറഞ്ഞതെല്ലാം പെട്ടെന്ന് ഓർമ്മ വന്നു. അവൻ പെട്ടെന്ന് അവളിൽ നിന്നും നോട്ടം മാറ്റി നിന്നു. അമരന്റെ വിചിത്രമായ പ്രവൃത്തി കണ്ട് മാധുരി ഒന്ന് ഞെട്ടി. ഉടനെ അവൾ എഴുന്നേറ്റ് അവനരികിൽ ചെന്ന് നിന്നു. അമരനോട് ആർദ്രമായ സ്വരത്തിൽ പറഞ്ഞു, അമര, നിന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം. ഇത് കേട്ട അമരൻ ആശ്ചര്യത്തോടെ മാധുരിയെ നോക്കി പരിഭ്രമത്തോടെ ചോദിച്ചു, എന്താ, നിനക്കെന്തറിയാം? ഞാൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് നിനക്കെങ്ങനെ അറിയാം? നീ എന്താണ് പറയാൻ വരുന്നത്? എല്ലാം എനിക്കറിയാം. നിനക്കെന്നിൽ നിന്ന് അധിക നേരം ഒന്നും ഒളിക്കാൻ കഴിയില്ല കുമാര. നിന്റെ കണ്ണുകൾ നിന്റെ മനസ്സ് വ്യക്തമാക്കുന്നുണ്ട്, മാധുരി പറഞ്ഞു. അമരന് ഒന്നും മനസ്സിലായില്ല. മാധുരി, നീ ഓരോന്ന് ചുമ്മാ പറയാതെ. എന്റെ കണ്ണ് എന്ത് വ്യക്തമാക്കുന്നെന്നാ? നീ ആദ്യം തന്നെ എന്നോട് പറയുമെന്ന് കരുതി. പക്ഷേ നീ ഒന്നും പറയുന്നില്ല. നീ ഇപ്പോ അപരാജിതനാണ്. എനിക്കറിയാമായിരുന്നു നീ അത് സാധിച്ചെടുക്കുമെന്ന്. ഞാൻ നിന്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അത് വ്യക്തമായി. എന്താ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? മാധുരി ഒരു വലിയ കാര്യം കണ്ടെത്തിയതുപോലെ ചോദിച്ചു. അമരൻ അത് കേട്ടപ്പോൾ ആശ്വാസമായി. ഒരു വേള മാധുരി തന്റെ മനസ്സിലുള്ള മറ്റെന്തോ ആണ് കണ്ടെത്തിയതെന്ന് ഭയന്നു പോയിരുന്നു അമരൻ. അവൻ പരിഭ്രമത്തിൽ നിന്നും പുറത്തു വന്നു. അവൻ നെടുവീർപ്പിട്ടു. അയ്യോ ദൈവമേ, നീ പറഞ്ഞത് ശരിയാണ്. നീ ശരിക്കും ഒരു മിടുക്കി തന്നെ. എന്റെ കണ്ണിൽ നിന്നും നീ വായിച്ചത് സത്യമാണ്. നീ അത് കണ്ടെത്തി. അവൻ അവളെ അഭിനന്ദിച്ചു. ദൈവത്തിന് നന്ദി. നീ എന്നെ പ്രണയിക്കുന്നുണ്ടോ എന്ന് മാധുരി ചോദിക്കുമോ എന്ന് ഞാൻ ഭയന്നു. അങ്ങനെയൊന്നും സംഭവിച്ചില്ല. സന്തോഷം, അമരൻ മനസ്സിൽ പറഞ്ഞു. അമര, നീ എവിടെയായിരുന്നു ഇത്രയും നേരം? നോക്കൂ, നിന്റെ വസ്ത്രങ്ങൾ മുഴുവൻ പൊടി പിടിച്ചിരിക്കുന്നു, മാധുരി പറഞ്ഞു. അവൾ വേഗത്തിൽ അവന്റെ വസ്ത്രത്തിൽ നിന്ന് പൊടി തട്ടി. അന്ന് ആദ്യമായി അവളുടെ സ്പർശനം അല്പം വ്യത്യസ്തമായി തോന്നി. വരുണമിത്രന്റെ വാക്കുകൾ അവൻ പിന്നെയും ഓർത്തു. മാധുരിയുടെ സാമീപ്യവും അഴകും അമരൻ ശ്രദ്ധിച്ചു. അവളിൽ ആകൃഷ്ടനായി അവൻ സ്വയം മറന്ന് മാധുരിയെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. പെട്ടെന്ന് അവന്റെ നോട്ടം ശ്രദ്ധിച്ച മാധുരിയുടെ മുഖം നാണം കൊണ്ട് ചുവന്നു. അവൾ ചെറിയ പരിഭ്രമത്തോടെ അമരന്റെ അടുത്തേക്ക് ചെന്നു. എന്ത് പറ്റി അമര? എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? അവളുടെ ശ്വാസം അവന്റെ മുഖത്ത് തലോടി. അത് കേട്ടപ്പോൾ തന്നെ അമരൻ ബോധം വീണ്ടെടുത്തു. അത് നീ വളരെ സുന്ദരിയല്ലേ, അതാണ് ഞാൻ നോക്കിയത്, അവൻ ലളിതമായി മറുപടി പറഞ്ഞു. എന്നാൽ അവൻ പറഞ്ഞത് കേട്ട് മാധുരിക്ക് മനസ്സിൽ വല്ലാത്ത സന്തോഷം തോന്നി. ആ വിഷയത്തിൽ നിന്നും വ്യതിചലിക്കാനായി അവൾ അമരനോട് പറഞ്ഞു, അമര, നീ ഇപ്പോൾ അപരാജിതനായി. അപരാജിതനായ ഉടനെ കുറച്ചു ഉയർന്ന തലത്തിലുള്ള അഭ്യാസങ്ങൾ പഠിക്കണം. അതെല്ലാം ചെയ്താലേ നിന്റെ ശക്തി വർദ്ധിക്കൂ. അയ്യോ, ഇപ്പോൾ എന്റെ ശരീരം എനിക്ക് ശക്തി ഉപയോഗിക്കാനാകാത്ത അവസ്ഥയിലാണ്. ശരീരം വളരെ ദുർബലമായിരിക്കുകയാണ്. പക്ഷേ ഞാൻ എങ്ങനെ മാധുരിയെ ഇപ്പോൾ ഇത് പറഞ്ഞു മനസ്സിലാക്കും? അമരൻ മനസ്സിൽ ചിന്തിച്ചു. അധ്യായം 38. മാധുരി വാശി പിടിക്കുന്നത് പ്രകാരം തന്റെ ശക്തി പരസ്യമായി പ്രദർശിപ്പിക്കാൻ അമരേന്ദ്രൻ ഒരുക്കമായിരുന്നില്ല. തന്റെ താല്പര്യക്കുറവ് വ്യക്തമാക്കിയിട്ടും
മാധുരി അത് മനസ്സിലാക്കി പെരുമാറിയില്ല. അവളോട് തൃപ്തികരമായ ഒരു കാരണം പറയാൻ അമരന് സാധിച്ചതുമില്ല. ഇപ്പോൾ താൻ ക്ഷീണിതനാണ്. നാളെ രാവിലെ വന്ന് ശക്തികൾ കാണിച്ചു തരാമെന്ന് അമരൻ പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാൻ അവൾ കൂട്ടാക്കിയില്ല. എനിക്ക് ഇപ്പോൾ തന്നെ അമരന്റെ ശക്തി കാണണമെന്ന് അവൾ പറഞ്ഞു. ശക്തി പ്രദർശനത്തിന് താൻ തയ്യാറല്ലെന്ന് മാധുരിയോട് വെളിപ്പെടുത്താനും അമരൻ ആഗ്രഹിച്ചില്ല. ഹേയ് മാധുരി, നീ എന്തിനാണിപ്പോൾ എന്നെ ശല്യപ്പെടുത്തുന്നത്? ഞാൻ എന്തിന് എന്റെ ശക്തി ഇപ്പോൾ കാണിക്കണം? യഥാർത്ഥ ശക്തി നമ്മുടെ ഹൃദയത്തിലാണ് ഉണ്ടാവേണ്ടത്. ഒരു യോദ്ധാവിന് കഴിവും അഭിനിവേശവും ഉണ്ടെങ്കിൽ നമുക്ക് ഏത് യുദ്ധവും എളുപ്പത്തിൽ ജയിക്കാം. വിദ്യകൾ നമ്മളെ സഹായിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്, അമരൻ പറഞ്ഞു. ഒന്നും പറയണ്ട അമര, നിനക്ക് ഞാൻ പറയുന്നത് അനുസരിക്കാൻ പറ്റുമോ ഇല്ലയോ അത് മാത്രം അറിഞ്ഞാൽ മതി. ഇനി അവളിൽ നിന്നും ഒന്നും മറച്ചു വെക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ അമരൻ, ശരി ശരി, ഞാൻ ആർജിച്ച ശക്തികൾ ചെയ്തു കാണിക്കാം എന്നു പറഞ്ഞ് അമരൻ തോളുകൾ ഒന്ന് കുലുക്കി അവന്റെ കൈപ്പത്തികൾ മെല്ലെ തുറന്നു. പക്ഷേ അതിലൊന്നും ഉണ്ടായിരുന്നില്ല. അവന്റെ നഗ്നമായ കൈ കണ്ട് മാധുരി അവനെ തുറച്ചു നോക്കി. അപ്പോൾ അമരന്റെ കൈത്തണ്ടയിൽ ഒരു ഇളം മഞ്ഞ വെളിച്ചം പ്രത്യക്ഷപ്പെട്ടു. ആ വെളിച്ചം കണ്ട അമരൻ അത് കണ്ട് മാധുരി അത്ഭുതപ്പെടുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അത് കണ്ടിട്ട് അവൾക്ക് സന്തോഷമായില്ല. മഞ്ഞ വെളിച്ചം കണ്ട് അവൾ അമരനോട് പറഞ്ഞു, എന്താ അമര ഇത്? നിനക്കുള്ള ശക്തി ഇതാണോ? ഇതിനിടെ കൈത്തണ്ടയിലെ മഞ്ഞ വെളിച്ചം പെട്ടെന്ന് മിന്നിമറഞ്ഞു. അത് കണ്ട അമരൻ ഒരു കള്ളച്ചിരി ചിരിച്ചു. പക്ഷേ ആ വെളിച്ചം കണ്ട് മാധുരിക്ക് കുറച്ച് ദേഷ്യം വന്നു. ഇത് നോക്കമര, നമുക്കൊരു വിദ്യ അറിയാമെങ്കിൽ അതിന്റെ ശക്തി കാലക്രമേണ വർദ്ധിക്കും. ഇത് നമുക്കെല്ലാവർക്കും നന്നായി അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ശക്തി കൈവരിക്കുമ്പോൾ ഈ വെളിച്ചം കൂടുതൽ ശോഭയോടുകൂടി പ്രകാശിക്കും. പിന്നീട് കാലം ചെല്ലുന്തോറും അത് ശക്തിപ്പെടും. പക്ഷേ എന്റെ ഒരു ചോദ്യത്തിന് മാത്രം ഇപ്പോഴും ഉത്തരമറിയാൻ സാധിച്ചില്ല അമര, അവൾ പറഞ്ഞു. എന്താണ് ആ ചോദ്യം? അമരൻ അമ്പരപ്പോടെ ചോദിച്ചു. ഞാൻ നിന്നോട് ശക്തി കേന്ദ്രത്തിൽ വെച്ച് 2 കടലാസുകളിൽ ഒരു കടലാസ് തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ കുമാരൻ എന്തുകൊണ്ടാണ് ഒരു സാധാരണ വിദ്യ തിരഞ്ഞെടുത്തത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതുമാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ ഒരു പുതിയ ശക്തി ആർജിച്ചിരിക്കുന്നു. അന്ന് എന്തുകൊണ്ടാണ് മറ്റേ വിദ്യ എടുക്കാഞ്ഞത്? ഒരു വേള ഇനി ഞാൻ തരുന്നത് നീ വാങ്ങില്ലെന്നാണോ? മാധുരി ഇത്ര ദേഷ്യത്തിൽ അമരൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. പൊതുവെ ശാന്തമായി പെരുമാറ്റമുള്ള മാധുരി പെട്ടെന്ന് ദേഷ്യപ്പെടുന്നത് കണ്ടപ്പോൾ അമരന് അത്ഭുതം തോന്നി. പക്ഷെ മാധുരി ആരെന്ന് അമരന് ഇപ്പോൾ വ്യക്തമായി അറിയാമായിരുന്നു. അമരൻ മാധുരിയുടെ ദേഷ്യം മാറ്റാൻ ശ്രമിച്ചു. നീ എന്തിനാ അമര ഈ ദുർബല വിദ്യ സ്വന്തമാക്കിയത്? വീണ്ടും മാധുരി ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ചെറുപ്പം മുതലേ നിനക്കെന്നെ അറിയാവുന്നതല്ലേ മാധുരി, നിനക്കെന്താ ഇപ്പോഴും എന്നെ മനസ്സിലാകാത്തത്? എനിക്ക് ഒരു ഉയർന്ന നിലവാരത്തിലുള്ള വിദ്യ ലഭിക്കുമ്പോൾ ഞാനത് വേണ്ട എന്ന് പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരു സാധാരണ വിദ്യ എടുത്ത് ഞാൻ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണവും ഉണ്ടാവും, അമരൻ പറഞ്ഞു. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്കറിയാവുന്നത് സാധാരണ വിദ്യയുടെ ആദ്യതലത്തിന്റെ ശക്തിയാണ്. ഇത് നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗപ്രദമാകും അമര? അവൾ ആരാഞ്ഞു. അമരന്റെ സംസാരം അവളുടെ ദേഷ്യം അല്പം ശമിപ്പിച്ചെങ്കിലും അമരൻ എന്തിനാണ് ഈ ദുർബല വിദ്യ കൊണ്ടു നടക്കുന്നതെന്ന് അവൾക്ക് ഇപ്പോഴും മനസ്സിലായില്ല. ഒരു പുസ്തകത്തെക്കുറിച്ചുള്ള അറിവ് അതിന്റെ പുറംചട്ട കൊണ്ട് വിലയിരുത്താൻ കഴിയില്ല. സാധാരണമെന്ന് നമ്മൾ കരുതുന്ന പുസ്തകത്തിൽ പോലും മഹത്തായ സന്ദേശങ്ങൾ ഒളിഞ്ഞിരിക്കാം. അതുപോലെ ഒരു വിദ്യയും സാധാരണമല്ല. എല്ലായ്പ്പോഴും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാകില്ല. ഇതുവരെയുള്ള ആ വിദ്യയുടെ ശക്തി, എന്നാൽ ഒരു ദിവസം നിങ്ങൾ തീർച്ചയായും അതിന്റെ ശക്തി മനസ്സിലാക്കും. പക്ഷേ അത് ഏത് വിദ്യയായാലും അത് എത്രത്തോളം ഫലപ്രദമാകുമെന്ന് അത് ഉപയോഗിക്കുന്നവരെ ആശ്രയിച്ചറിയാം. അത് പറയുമ്പോൾ അവന്റെ മുഖത്ത് ഒരു വ്യക്തത മാധുരി ശ്രദ്ധിച്ചു. അമരന്റെ വിശദീകരണം അവളുടെ മനസ്സിനെ അല്പം കുളിരണിയിച്ചു. അവൾ അത്യന്തം അത്ഭുതത്തോടെ അവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നീ എന്റെ വാ തുറക്കാൻ അനുവദിക്കുന്നില്ല, മാധുരി പരിഹാസത്തോടെ പറഞ്ഞു. എന്തു ചെയ്താലും മാധുരി, ഞാൻ സത്യം പറയും. ഞാൻ എന്തിനാ നിന്നോട് കള്ളം പറയുന്നത്? ഞാൻ പറയുന്നതെല്ലാം സത്യമാണ്. ശരി, അതുപോട്ടെ. കൊട്ടാരത്തിൽ വന്നപ്പോൾ വാതിൽക്കൽ താരകീ വംശത്തിലെ കുറച്ച് കാരണവന്മാർ നിൽക്കുന്നത് കണ്ടു. അതേസമയം അവരുടെ മുഖത്തിനൊന്നും അത്ര വെളിച്ചം പോരായിരുന്നു. അത് അന്വേഷിക്കാൻ വേണ്ടി കൊട്ടാരത്തിനകത്തേക്ക് പ്രവേശിച്ചപ്പോൾ ഇതാ കണ്ണിന് മുമ്പിൽ നീ.
നീയാണെങ്കിൽ എന്നിലെ കള്ളത്തരങ്ങൾ മൊത്തം കണ്ടെത്താൻ നിൽക്കുന്നവളും. പറ മാധുരി, കൊട്ടാരത്തിൽ എന്താണ് പ്രശ്നം? അതേക്കുറിച്ചൊന്നും പറയണ്ട അമര. കടകരാജവംശക്കാർ കാരണം നമുക്കിപ്പോൾ പുതിയ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. കരിങ്കാലയാണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ കാരണഭൂതൻ. കാരണം അവർക്ക് പുതിയ ഒരു വൈദ്യരെ കിട്ടിയിട്ടുണ്ട്. ആ വൈദ്യർ വളരെ കുറഞ്ഞ വിലയ്ക്ക് പുതിയ മരുന്ന് കണ്ടെത്തി. ആ പുതിയ മരുന്ന് അവർ വിപണിയിൽ ഇറക്കി. വളരെ കുറഞ്ഞ വിലയിൽ ഇത് ലഭ്യമാണ്. അതേസമയം ഈ മരുന്ന് വളരെ ഫലപ്രദമാണെന്ന് അവർ പറയുന്നു. ഈ ഔഷധം പാഞ്ചാല നഗരത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ മരുന്ന് വാങ്ങാൻ വേണ്ടി ഏവരും കടകവംശക്കാരുടെ ചന്തയിൽ പോകുവാൻ തുടങ്ങി. എല്ലാ ആളുകളും ഒരുമിച്ച് കൂടി. ആ കാരണം കൊണ്ട് താരകീയ വംശത്തിന്റെ ചന്തകൾ ശൂന്യമാണ്. ആളുകളുടെ സഞ്ചാരമില്ല, വിജനമാണ്. എല്ലാവർക്കും താങ്ങാവുന്ന വിലയിൽ അവ ലഭിക്കുന്നതിനാൽ ആളുകൾ അവരുടെ ചന്തയിലേക്ക് ഒഴുകുന്നു. അങ്ങനെ താരകീയ വംശത്തിന്റെ വിപണികൾക്ക് വലിയ നഷ്ടമുണ്ടായി. ഖജനാവിൽ പണമില്ല. അതുകൊണ്ടാണ് രാജാവ് വളരെ വിഷമിച്ചിരിക്കുന്നത് അമര. മാധുരി ആശങ്കയോടെ പറഞ്ഞു. കമ്പോളത്തിൽ നിന്ന് വലിയ വരുമാനം നഷ്ടമുണ്ടായി എന്ന് അമരന് മനസ്സിലായി. അതുമൂലം താരകീയ വംശത്തിലെ മുതിർന്നവർ വിഷമത്തിലാണെന്നും അമരന് മനസ്സിലായി. ആരായിരിക്കും കടകവംശത്തിലെ പുതിയ വൈദ്യർ? അവൻ പെട്ടെന്ന് എവിടെ നിന്നാണ് വന്നത്? എവിടെ നിന്ന് വന്നാലും നമ്മുടെ ഗുരുവിനേക്കാൾ മികച്ച ഒരു വൈദ്യനൊന്നും ആവാൻ അദ്ദേഹത്തിന് കഴിയില്ല. പക്ഷേ ആ വൈദ്യർ കാരണം നമ്മുടെ വരുമാനം നിലച്ചു പോകുന്നെങ്കിൽ ഈ കാര്യം വെറുതെ വിടാനും സാധിക്കില്ല. നമ്മുടെ ഖജനാവിന് പോലും അപകടമാണെങ്കിൽ നമുക്കത് അങ്ങനെ ഉപേക്ഷിക്കാൻ കഴിയില്ല. ഇതിനൊരു വഴി കണ്ടെത്തണം, അമരൻ വിചാരിച്ചു. ആ മാധുരി, പുറത്ത് എനിക്ക് പ്രധാനപ്പെട്ട ഒരു ജോലിയുണ്ട്. ഞാൻ പോയിട്ട് വേഗം തിരിച്ചു വരാം എന്ന് പറഞ്ഞ് അമരൻ പോകാൻ ഒരുങ്ങി. അമര, നീ ഇപ്പോഴല്ലേ ഇവിടേക്ക് വന്നത്? നമുക്കൊന്ന് പുറത്തു പോയാലോ? മാധുരി ചോദിച്ചു. ഞാൻ പോയിട്ട് വേഗം വരാം. അവളുടെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ അവൻ രഹസ്യമായി അവിടെ നിന്നും ഇറങ്ങി നേരെ കടകരാജവംശം നടത്തുന്ന ചന്തയിലേക്ക് പോയി. തന്റെ പിതാവിന്റെ നഷ്ടം നികത്താൻ അമരൻ ആഗ്രഹിച്ചു. കടകരാജവംശത്തിലെ വൈദ്യർ കണ്ടുപിടിച്ച ഒരു പുതിയ മരുന്ന് കാരണം തന്റെ പിതാവിന് പണം നഷ്ടപ്പെടുന്നുവെന്ന് അമരേന്ദ്രൻ മനസ്സിലാക്കി. താരകേയ വംശത്തെ സഹായിക്കാൻ അവൻ ആഗ്രഹിച്ചു. അമരൻ കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങി നേരെ കടക കുടുംബത്തിന്റെ ചന്തയിലെത്തി. അവിടെ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. ചന്ത അത്ര വലുതല്ലായിരുന്നു, പക്ഷേ അവിടെ നിൽക്കാനിടമില്ലാത്തത്ര തിരക്കനുഭവപ്പെട്ടിരുന്നു. എല്ലാവരും ധൃതിയിൽ നീങ്ങുന്നു. ചില തടിച്ച മനുഷ്യർ മുന്നോട്ട് കുതിച്ചു. മറ്റുള്ളവരെ തട്ടിമാറ്റി ആൾക്കൂട്ടത്തിലേക്ക് കടന്നു. അവരുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ഉണങ്ങിയ രക്തത്തിന്റെ ഗന്ധം കൊണ്ടാണ് അവർ പോരാളികളാണെന്ന് അമരൻ മനസ്സിലാക്കിയത്. ചന്തയിൽ വിൽക്കപ്പെടുന്ന ശക്തിമരുന്ന് വാങ്ങാനാണ് ഈ പോരാളികൾ തിരക്ക് കൂട്ടി പായുന്നത്. അത്തരം മരുന്ന് യോദ്ധാക്കൾക്ക് വളരെ ഉപകാരപ്രദമായിരുന്നു. കുറഞ്ഞ വിലയിൽ കിട്ടുന്നതിനാൽ എല്ലാ യോദ്ധാക്കളും മരുന്ന് വാങ്ങാൻ അവിടെ എത്തി. അപ്പോഴാണ് അമരൻ തന്റെ മുന്നിൽ ഒരാൾ ഒരു ചെറിയ മരപ്പെട്ടി കൊണ്ടുവരുന്നത് കണ്ട് അവൻ പെട്ടിയിലേക്ക് സൂക്ഷിച്ചു നോക്കി. ആളുകളുടെ മുഖത്തെ സന്തോഷം കണ്ട് അമരൻ മനസ്സിൽ പറഞ്ഞു, ആ പെട്ടിയിലുള്ളത് ആ മരുന്നാണെന്ന് തോന്നുന്നു. പെട്ടിയും കൊണ്ടുവരുന്ന ആളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് അമരൻ ചോദിച്ചു, ഒന്ന് നിൽക്ക്. എന്തു വേണം? അപരിചിതൻ ചോദിച്ചു. ഇവിടെ ചന്തയിൽ ഏതോ ഒരു പുതിയ മരുന്നുണ്ടെന്ന് കേട്ട്. എന്താണ് അതിന്റെ പേര്? അതിന്റെ പേര് നിങ്ങൾക്കറിയാമോ? അമരൻ അയാളോട് ചോദിച്ചു. ആ മനുഷ്യൻ പറഞ്ഞു, ഓ, ആ മരുന്നിനെ കുറിച്ച് ഈ പാഞ്ചാല ദേശത്തിലെ ഏവർക്കും അറിയാം. നിങ്ങൾക്കറിയില്ലേ? അതിന്റെ പേര് ചുരുൾ ഗുളിക എന്നാണ്. അതും പറഞ്ഞ് അയാൾ ചിരിച്ചു കൊണ്ടുപോയി. അമരൻ ചുറ്റും നോക്കി. നിൽക്കാനിടമില്ലാത്ത വിധം തിരക്ക്. കുറച്ച് കടകളിൽ മാത്രം തിരക്ക് കുറവായിരുന്നു. എല്ലാ കടകളിൽ നിന്നും മരുന്ന് ആളുകൾ വാങ്ങുന്നുണ്ടായിരുന്നു. അമരൻ ഒരു കടയിൽ ചെന്ന് ആൾക്കൂട്ടത്തിനിടയിലേക്ക് കടന്ന് കടയുടമയോട് ചോദിച്ചു, ചന്തയിൽ പുതിയതായ ഒരു ഗുളിക വന്നിട്ടില്ലേ? ചുരുൾ ഗുളികയല്ലേ? കടക്കാരൻ മറുപടി നൽകി. അത് തന്നെ. അതിന്റെ വില എന്താണ്? അവൻ ചോദിച്ചു. 100 സ്വർണ്ണ നാണയം എന്ന് കടയുടമ പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ അമരൻ ഞെട്ടിപ്പോയി. ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് മരുന്ന് തയ്യാറാക്കാൻ എങ്ങനെ കഴിയുന്നു എന്ന് ആശ്ചര്യപ്പെട്ടു. എന്ത്, 100 സ്വർണ്ണ നാണയങ്ങളോ? അമരൻ ചോദിച്ചു. അതെ, ഈ വില കേട്ടിട്ട് ആശ്ചര്യപ്പെട്ടാലോ? ഈ ചന്തയിൽ ചുരുൾ ഗുളിക ഇത്ര കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുന്നത് ഇവിടെ മാത്രമാണ്. കുമാരൻ വേണമെങ്കിൽ അന്വേഷിച്ചു നോക്കൂ. 100 നാണയത്തിൽ ഒരു നാണയം കുറഞ്ഞാൽ പോലും മരുന്ന് കിട്ടില്ല. ശരി ശരി, എനിക്കും ചുരുൾ ഗുളിക തരൂ. അമരൻ
തന്റെ സഞ്ചിയിൽ നിന്നും 100 സ്വർണ്ണ നാണയങ്ങൾ എടുത്ത് കടക്കാരന് കൊടുത്തു. അയാൾ അമരന് ചുരുൾ ഗുളികകൾ അടങ്ങിയ ഒരു ചെറിയ മരപ്പെട്ടി നൽകി. ആ പെട്ടിയും പിടിച്ച് ആൾക്കൂട്ടത്തിനിടയിലേക്ക് കയറി. തിരക്കിലൂടെ കഷ്ടപ്പെട്ട് അമരൻ പുറത്തിറങ്ങി. ആശ്വാസത്തിന്റെ നെടുവീർപ്പിട്ടു. ഓരോ കടയുടമയുടെയും മുഖത്ത് ഒരുതരം ധിക്കാരമുള്ളതായി അമരൻ ശ്രദ്ധിച്ചു. അവരുടെ പെട്ടെന്നുള്ള അഹങ്കാരത്തിന് കാരണം ഈ മരുന്ന് മാത്രമാണെന്ന് കുമാരന് മനസ്സിലായി. കടയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അവൻ ആ ചെറിയ മരപ്പെട്ടി തുറന്നു. പെട്ടിക്കുള്ളിൽ 10 ചെറിയ ഭരണികൾ ഉണ്ടായിരുന്നു. എല്ലാത്തിനും ഇളം പച്ച നിറമാണ്. ഇത് കണ്ട അമരന് എല്ലാ മരുന്നുകളും വില കുറഞ്ഞ വസ്തുക്കളാൽ നിർമ്മിച്ചതാണെന്ന് മനസ്സിലായി. ഇത് ഒരു ഉപയോഗപ്രദമായ മരുന്നാണെങ്കിലും അത് വളരെ കുറച്ചു മാത്രമേ ഗുണം ചെയ്യൂ. കണ്ട മാത്രയിൽ അമരന് കാര്യം മനസ്സിലായി. ഒരു കുപ്പി കയ്യിലെടുത്ത് അവൻ അത് തുറന്ന് അതിന്റെ വാസന ശ്വസിച്ചു. ആ മരുന്നിന്റെ ഗന്ധം അവനിൽ ഓക്കാനമുണ്ടാക്കി. ഉടനെ അവൻ മോതിരം തടവിക്കൊണ്ട് പറഞ്ഞു, ഗുരുവേ, നമുക്ക് വിഷം പോലും കുടിക്കാം. പക്ഷെ ഈ നാറ്റം സഹിച്ച് ഇത് കുടിക്കാൻ പ്രയാസമാണ്. എന്തുകൊണ്ടാണ് അമര നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? വരുണമിത്രന്റെ ചോദ്യത്തിന്, ഈ മരുന്നിന്റെ ഗന്ധം വളരെ അസഹനീയമാണ് ഗുരു, ഇതെങ്ങനെ കുടിക്കും? അവൻ മറുപടി പറഞ്ഞു. അവന്റെ വാക്കുകൾ കേട്ട് വരുണമിത്രൻ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. ഇത് വളരെ വില കുറഞ്ഞതാണ്. നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നുണ്ടോ? അമര, ഈ മരുന്ന് ഉപയോഗശൂന്യമാണെന്ന് എനിക്കും മനസ്സിലായി. വീര്യം വളരെ വളരെ കുറവാണ്. അതുകൊണ്ടാണ് വിലക്കുറവ്. ഒരു വൈദ്യർ ഇത്തരമൊരു മരുന്നുണ്ടാക്കി തുച്ഛമായ വിലയ്ക്ക് വിൽക്കുന്നത് എവിടെയും സംഭവിക്കാവുന്ന ഒരു സാധാരണ കാര്യമാണ്. വരുണമിത്രൻ പറഞ്ഞത് അമരൻ ആശ്ചര്യത്തോടെ കേട്ടു. അധ്യായം 39. അമരൻ വരുണമിത്രനോട് ചുരുൾ ഗുളികകളെ കുറിച്ച് സംസാരം തുടർന്നു. ചുരുൾ ഗുളികകൾ പേരിൽ മാത്രമല്ല, ഈ ഗുളികയുടെ വിലയും കൗതുകം നിറഞ്ഞതാണ് ഗുരുവേ. അത്രയേറെ വില കുറവാണ് ഈ മരുന്നിന്. ഗുണമേന്മയുള്ള മൂലികകൾ ഉപയോഗിച്ചുണ്ടാക്കിയ മരുന്നല്ല ഇതെന്ന് ഇതിന്റെ വില കേട്ടാൽ തന്നെ മനസ്സിലാകും. നല്ല മൂലികകൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന മരുന്നുകൾ ഇത്ര കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാൻ സാധിക്കില്ല. അങ്ങനെ വിറ്റാൽ പിന്നീട് മരുന്ന് നിർമ്മിക്കാൻ കൂടുതൽ പണം ആവശ്യമായി വരും. ശരി, ഇപ്പോൾ നമുക്ക് എന്തു ചെയ്യാൻ കഴിയും അമര? ഗുരു, എനിക്കൊരു ആശയം തോന്നുന്നുണ്ട്. അത് ഞാൻ പറയട്ടെ? പറയൂ. ഇത്തരത്തിലുള്ള സാധാരണ മരുന്നുകൾ അങ്ങേക്കും കുറഞ്ഞ വിലയ്ക്ക് നിർമ്മിക്കാൻ സാധിക്കില്ലേ? അമരൻ ചോദിച്ചു. തീർച്ചയായും കഴിയും അമര. എനിക്ക് ഇതുപോലെ പലതരം മരുന്നുകൾ ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ ഞാൻ സാധാരണ മരുന്നുകൾ ഉണ്ടാക്കാറില്ല. അത്തരം അനാവശ്യ പ്രവൃത്തികളിൽ ഏർപ്പെട്ട് എന്റെ സമയം കളയാൻ ഞാൻ ഒരുക്കമല്ല. എന്റെ വിലപ്പെട്ട സമയം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു സാധാരണ വൈദ്യർക്ക് പോലും ഇത് ചെയ്യാൻ കഴിയും. അതായത് നീയും ഇപ്പോൾ അപരാജിത പദവി അലങ്കരിക്കുന്നില്ലേ? കുമാരനെ കൊണ്ടും ഇത്തരം മരുന്നുകൾ ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ കുമാരന് താരകേയ രാജവംശത്തെ സഹായിക്കാൻ സാധിക്കും. ഇത് കേട്ട് അമരൻ ആകെ ഞെട്ടി. എന്താ, എനിക്ക് പോലും ഇങ്ങനെ ഒരു മരുന്ന് തയ്യാറാക്കാൻ സാധിക്കുമെന്നോ? അതേ അമര, എനിക്ക് പൊതുവെ മരുന്നുണ്ടാക്കുന്നത് ഇഷ്ടമാണ്. അതെന്റെ ഒരു താല്പര്യമാണ്. പക്ഷേ ഇങ്ങനെ അനാവശ്യമായ മരുന്നുകൾ ഉണ്ടാക്കി ഞാൻ സമയം കളയില്ല. പക്ഷേ നിനക്കത് ചെയ്യാം. ഇത് ചെയ്താൽ നിനക്കും ഔഷധ നിർമ്മാണം പഠിച്ചതുപോലെയാവും. നീ പെട്ടെന്ന് ലേലശാലയിൽ പോയി ഞാൻ പറഞ്ഞു തരുന്ന ചില ഔഷധ സസ്യങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങണം. അതുകൂടാതെ ഞാൻ പറഞ്ഞു തരാം ഈ മരുന്ന് എങ്ങനെ ഉണ്ടാക്കാം എന്നതിന്റെ പാചകരീതി. അതിനനുസരിച്ച് നിങ്ങൾക്ക് തന്നെ ഈ മരുന്ന് തയ്യാറാക്കാം. വരുണമിത്രൻ പറഞ്ഞത് കേട്ട് അമരൻ ഏതാനും നിമിഷങ്ങൾ ആഴത്തിൽ ചിന്തിച്ച് അവിടെ തന്നെ നിന്നു. പിന്നീട് അവിടെ നിന്നും പോയി. ദൂരെ ഒരു കടയുടെ പിന്നിൽ അവനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നിഖണ്ഡൻ പതിയെ തല പുറത്തേക്ക് നീട്ടി. അവൻ എന്തിനാണ് ഈ വില കുറഞ്ഞ ഗുളിക വാങ്ങുന്നത്? ഈ വിവരം രാജകുമാരി വാസുകിയോട് എത്രയും പെട്ടെന്ന് പറയണം എന്നോർത്ത് നിഖണ്ഡൻ ധൃതിയിൽ നടന്നു. ലേലശാലയിലേക്കുള്ള വഴിയിൽ വെച്ച് അമരൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ഉപയോഗശൂന്യമായ മരുന്ന് പെട്ടി വഴിയരികിൽ വലിച്ചെറിഞ്ഞു. പിന്നെ ചക്രാനന്ദ ലേലശാല ലക്ഷ്യമാക്കി നടന്നു. ലേലശാലയിലെത്തിയപ്പോൾ അയാൾ വീണ്ടും അടുത്തുള്ള കുടിലിലേക്ക് പോയി. അവിടെ വെച്ച് തന്റെ കറുത്ത വസ്ത്രം ധരിച്ച് അവൻ ആരുമറിയാതെ രഹസ്യമായി പുറത്തിറങ്ങി. അമരന് ലേലശാലയിൽ കയറിയപ്പോൾ
ഗംഭീര വരവേൽപ്പ് ലഭിച്ചു. അവിടെയുള്ളവരെല്ലാം അവനെ തിരിച്ചറിയാൻ തുടങ്ങി. അവൻ പ്രധാന വാതിലിലൂടെ അകത്ത് കയറുന്നത് കണ്ട് ഒരു ഭൃത്യൻ നേരെ അകത്ത് കയറി അവിടെ നിന്നിരുന്ന ദേവാംഗനയുടെ അടുത്ത് ചെന്ന് വിവരം പറഞ്ഞു. ആ സമയം വേദിയിൽ ചില ലേലം നടക്കുകയായിരുന്നു. എന്നാൽ മുഖമില്ലാത്ത വൈദ്യർ വന്ന വാർത്ത കേട്ട് ദേവാംഗനയും ചിരഞ്ജീവ ഗുരുവും ലേലം വിളി മറ്റൊരാൾക്ക് കൈമാറി. ഇരുവരും മുഖമില്ലാത്ത വൈദ്യരെ കാണാൻ ഓടി വന്നു. വൈദ്യർ എവിടെയാണ് തങ്ങളെ കാത്തിരിക്കുന്നതെന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു. നിരീക്ഷണ അറയിൽ അവരെയും കാത്ത് അമരൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അവർ സംസാരിക്കുന്നതിന് മുമ്പ് അമരൻ അവരെ മറികടന്നു പറഞ്ഞു, ഏയ്, ഞാൻ നിങ്ങൾക്കായി കാത്തിരിക്കുകയായിരുന്നു. എനിക്ക് അധികം സമയമില്ല. ഞാൻ നേരെ കാര്യത്തിലേക്ക് വരാം. എനിക്ക് നിങ്ങളിൽ നിന്ന് കുറച്ച് സഹായം അത്യാവശ്യമാണ്. എനിക്കൊരുപാട് പട്ടുതുണികൾ വേണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അടിയന്തരമായി കാണാൻ വന്നത്, അമരൻ പറഞ്ഞു. വൈദ്യന്റെ അവസ്ഥ കണ്ട ദേവാംഗനയ്ക്ക് എന്താണ് പ്രശ്നമെന്ന് നന്നായി മനസ്സിലായി. അവൾ ശാന്തമായി വൈദ്യരെ നോക്കി വിശ്വാസത്തോടെ പുഞ്ചിരിച്ചു. എന്നിട്ടവൾ കൈകുട്ടി ഒരു ദാസി പെൺകുട്ടിയെ അറയിലേക്ക് ക്ഷണിച്ചു. അവളോട് പതിയെ ദേവാംഗന എന്തോ പറഞ്ഞു. ദേവാംഗന പറഞ്ഞത് കേട്ട അവൾ എന്തിനോ ആയി അറയ്ക്ക് പുറത്തേക്ക് പോയി. അവൾ പോയതും ദേവാംഗന അമരനു നേരെ തിരിഞ്ഞു. നിങ്ങൾ ശരിയായ സമയത്താണ് ഇവിടെ വന്നത്. ഇന്ന് രാവിലെ നിങ്ങൾ ചോദിച്ച ആ പട്ടുതുണിയുമായി ഒരാൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിരുന്നു. ഇത് വളരെ പ്രത്യേകതയുള്ള പട്ടാണ്. ഇത് മാന്ത്രികാഗ്നി കൊണ്ട് നിർമ്മിച്ചതാണ്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് രക്ഷമല്ലർ രാജവംശത്തിലെ പ്രശസ്ത കമ്മാരൻ സംയുക്തനാണ്. ഈ വിശേഷപ്പെട്ട പട്ടുമരുന്നിൽ കലർത്തിയാൽ മരുന്നിന്റെ വീര്യം വർദ്ധിക്കും എന്നാണ് എല്ലാവരും പറയുന്നത്. അതിനാൽ എല്ലാ വൈദ്യന്മാരും ഇപ്പോൾ ഇത് അന്വേഷിച്ചു വരുന്നുണ്ട്. അവിടുന്ന് ഇപ്പോൾ തന്നെ വന്നത് നന്നായി. ഇല്ലെങ്കിൽ ഇത് മറ്റാരെങ്കിലും വാങ്ങിപ്പോയേനെ, ദേവാംഗന പറഞ്ഞു. അതിനുശേഷം അമരൻ ദേവാംഗനയ്ക്ക് ചില ആയുർവേദ മൂലികകളുടെ ഒരു പട്ടിക കൊടുത്തു. എനിക്ക് ഈ പട്ടികയിലെ ആയുർവേദ ഉൽപ്പന്നങ്ങൾ വേണം, അമരൻ പറഞ്ഞു. എന്നാൽ ആ പട്ടിക കണ്ടപ്പോൾ ഗുരു ചിരഞ്ജീവിയുടെ കണ്ണുകൾ അത്ഭുതത്താൽ വിടർന്നു. 80,000 സ്വർണ്ണ നാണയങ്ങൾ വില വരുന്ന വസ്തുക്കളായിരുന്നു ആ പട്ടികയിലുള്ളത്. അത് കണ്ട് ദേവാംഗനയും ഞെട്ടി. ഇതെന്താണ്? ഒരുപാട് വില കൂടിയ ഉൽപ്പന്നങ്ങളാണ് ആ പട്ടികയിൽ ഉണ്ടായിരുന്നത്. അമരൻ ചോദിച്ച പട്ടുതുണിക്ക് ഏകദേശം 1,00,000 സ്വർണ്ണ നാണയങ്ങൾ വില വരും. ഇതിന്റെ വില ഏകദേശം 3,00,000 സ്വർണ്ണ നാണയങ്ങളാണെന്ന് ദേവാംഗനയ്ക്കറിയാം. വൈദ്യർക്ക് പട്ട് സമ്മാനമായി നൽകാം എന്ന് കരുതിയിരുന്നു. എന്നാൽ പട്ടിക കണ്ടപ്പോൾ ആ ഉദ്ദേശം നടക്കില്ലെന്ന് ദേവാംഗനയ്ക്ക് മനസ്സിലായി. ഇയാളെ സഹായിക്കാമെന്ന് കരുതിയപ്പോൾ ഇദ്ദേഹം കഴുത്തറുക്കുന്ന ലക്ഷണമാണല്ലോ കാണുന്നത്, ദേവാംഗന മനസ്സിലോർത്തു. ദേവാംഗന ചക്രാനന്ദ ലേലശാലയുടെ ഉടമയാണെങ്കിലും ലേലശാലയ്ക്ക് മറ്റു ഓഹരി ഉടമകളും ഉണ്ടായിരുന്നു. ദേവാംഗനയ്ക്ക് എല്ലാ ദിവസവും അവളുടെ മുഴുവൻ കണക്കുകളും അവർക്ക് കൈമാറേണ്ടതുണ്ടായിരുന്നു. ഒരു പങ്കാളിയും 3,00,000 സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി നൽകാൻ സമ്മതിക്കില്ലെന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു. വാസ്തവത്തിൽ അവർക്കിത് കേട്ടാൽ ദേഷ്യം വരും. ഇത്രയും മഹാനായ ഒരു വൈദ്യനെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്തതിനാൽ അദ്ദേഹത്തെ അവഗണിക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. വളരെ നേരം ആലോചിച്ച ശേഷം അവൾ ഒരു നിഗമനത്തിലെത്തി. ദേവാംഗന മുഖമില്ലാത്ത വൈദ്യനോട് പറഞ്ഞു, എനിക്ക് 1 മണിക്കൂർ സമയം തരൂ. വൈദ്യർക്ക് ആവശ്യമുള്ള എല്ലാ മൂലികകളും ഞാൻ ശേഖരിച്ചു തരാം. അത് കേട്ട അമരൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വളരെ നന്ദി. നിങ്ങൾക്ക് തീർച്ചയായും ഈ സഹായം ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലൊരു ആവശ്യമുണ്ടായപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വന്നത്. അമരൻ ആദ്യമായിട്ടാണ് ദേവാംഗനയോട് ഇങ്ങനെ സംസാരിക്കുന്നത്. പക്ഷെ അവൻ അങ്ങനെ സംസാരിച്ചപ്പോൾ അവൾക്ക് മനസ്സിലായി അവൾ ഈ അജ്ഞാത വൈദ്യരെ പ്രീതിപ്പെടുത്തുന്നതിൽ വിജയിച്ചിരിക്കുന്നു എന്ന്. അതുകൊണ്ട് അവളുടെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി വിടർന്നു. അമരൻ കീശയിൽ നിന്ന് ഒരു നീലക്കടലാസ് എടുത്ത് അവളുടെ മുന്നിലെ മേശപ്പുറത്ത് വെച്ചു. ഞാൻ ചോദിച്ച സാധനങ്ങൾ എല്ലാം വാങ്ങാൻ ഇത് മതിയോ എന്ന് എനിക്കറിയില്ല. എന്നാൽ ഇതിലുള്ള തുക നിങ്ങൾ ഉപയോഗിക്കുക. മിച്ചം വരുന്ന തുകയ്ക്ക് അമൃതധാരാ പാനീയം ഉണ്ടാക്കാൻ ആവശ്യമായ പച്ചമരുന്നുകൾ വാങ്ങുക. ചിരഞ്ജീവ ഗുരു ഇത് കേട്ട് കൂടുതൽ ഞെട്ടി. അമരൻ ആവശ്യപ്പെട്ട മൂലികകൾക്കും പട്ടുതുണികൾക്കും എല്ലാം കൂടി 5,00,000 സ്വർണ്ണ നാണയങ്ങൾ വില വരും. എന്നിട്ടാണ് മിച്ചം വരുന്ന തുകയ്ക്ക് പച്ചമരുന്നൊക്കെ വാങ്ങാൻ പറയുന്നത്. അമരന്റെ സംസാരം കേട്ട് ദേവാംഗനയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തുടങ്ങി.
എന്താണ് ഇയാൾ അല്പം പോലും നാണമില്ലാതെ ഇങ്ങനെ പെരുമാറുന്നത്? ഇദ്ദേഹം എന്നെ ഉപയോഗിക്കുന്നുണ്ടോ? പണം തരാതെ ഒരു വലിയ പട്ടിക എന്റെ കയ്യിൽ തന്നിട്ട് ഇതൊക്കെ വേണമെന്ന് ആവശ്യപ്പെടുന്നു. ശരി, സഹായിച്ചേക്കാം. ഞാൻ എല്ലാവരോടും പറഞ്ഞ് അയാളെ സഹായിക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ ഇനി അമൃതധാരാപാനീയം ഉണ്ടാക്കാൻ ആവശ്യമായ പച്ചമരുന്നുകൾ കൂടി യാതൊരു മടിയും കൂടാതെ ഇയാൾ ചോദിക്കുന്നു. അവൾ ഒന്നും മിണ്ടാതെ അമരൻ പറയുന്നത് കേട്ടിരുന്നു. അവളുടെ മുഖത്ത് ദേഷ്യം പ്രകടമായിരുന്നു. ശരി, എന്താണ് ഈ അവസരത്തിൽ ഞാൻ ചെയ്യേണ്ടത്? ഒന്ന് വേണമെങ്കിൽ മറ്റൊന്ന് നഷ്ടപ്പെടുത്തണോ? അവൾ സ്വയം ചിന്തിച്ചു. പക്ഷേ അവളുടെ മുഖഭാവം കണ്ടിട്ട് അമരൻ കുറച്ചു നേരം ആലോചിച്ചു പറഞ്ഞു, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചു എന്ന് തോന്നുന്നു. ഞാൻ സൗജന്യമായി ഒന്നും ആവശ്യപ്പെടുന്നില്ല. നിങ്ങൾക്ക് തയ്യാറാക്കി തരാനാണ് അമൃതധാരാപാനീയത്തിന്റെ മൂലികകൾ ഞാൻ ആവശ്യപ്പെട്ടത്. എനിക്കുള്ള ഔഷധക്കൂട്ടുകൾ ക്രമീകരിച്ചു തരൂ. ഞാൻ നിങ്ങൾക്ക് അമൃതധാരാപാനീയം നിർമ്മിച്ചു തരാം. എനിക്കതിൽ നിന്നും ഒരു തുള്ളി പാനീയം പോലും വേണ്ട. അത് കേട്ടതും ദേവാംഗനയുടെ മുഖം തെളിഞ്ഞു. ഛേ, ഞങ്ങൾ ഈ വൈദ്യരെ വെറുതെ തെറ്റിദ്ധരിച്ചു. അങ്ങനെ ഇദ്ദേഹത്തെക്കുറിച്ച് ചിന്തിച്ചത് തെറ്റായിപ്പോയി. ഈ മുഖമില്ലാത്ത വൈദ്യർ ശരിക്കും ഒരു നല്ല മനുഷ്യനാണ്. മനസ്സിൽ സംശയം തോന്നിയെങ്കിലും അതൊരിക്കലും മുഖത്ത് പ്രകടിപ്പിക്കരുതായിരുന്നു. മോശമായി പോയി. അദ്ദേഹത്തിന് എന്റെ മനോവിചാരം മനസ്സിലാവുകയും ചെയ്തു. ദേവാംഗന അത്തരത്തിൽ വൈദ്യരെ തെറ്റിദ്ധരിച്ചതോർത്ത് പശ്ചാത്തപിച്ചു. എല്ലാവരും അല്പനേരം സംസാരിച്ചിരുന്നു. അമരന്റെ ക്ഷമ നശിച്ചു തുടങ്ങിയിരുന്നു. അപ്പോഴാണ് മുൻപ് അറയിൽ വന്ന് തിരികെ പോയ ദാസി വാതിൽ തുറന്ന് അകത്ത് കടന്നത്. ആ പെൺകുട്ടിയുടെ കയ്യിൽ ഒരു വലിയ വെള്ളിത്തളിക ഉണ്ടായിരുന്നു. അതിന്റെ നടുവിൽ ഒരു ചുവന്ന മോതിരമുണ്ടായിരുന്നു. ദേവാംഗന വെള്ളിത്തളിക കയ്യിലെടുത്ത് ദാസിയോട് കൈകൊണ്ട് പോകാനുള്ള ആംഗ്യം കാണിച്ചു. അവൾ പോയതിനു ശേഷം ആ വെള്ളിത്തളിക അമരന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇതാ, നിങ്ങൾ ചോദിച്ച സാധനങ്ങളെല്ലാം ഈ മോതിരത്തിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അമരൻ ഉടനെ ആ മോതിരം കയ്യിലെടുത്ത്, ശരി, എങ്കിൽ ഞാൻ പോകുന്നു. അമൃതധാരാപാനീയം തയ്യാറാക്കി എത്രയും പെട്ടെന്ന് ഞാൻ കൊണ്ടുവരാം. അത് കേട്ട് ദേവാംഗനയ്ക്ക് സന്തോഷമായി. സമ്മതമെന്ന മട്ടിൽ അവൾ തലയാട്ടി. പുറപ്പെടുന്ന സമയത്ത് വരുണമിത്രൻ ദേവാംഗനയോട് പറഞ്ഞു, അതെ, പിന്നെ മറ്റൊരു പ്രധാന കാര്യം. എന്നെ വാതിലിലേക്ക് നയിക്കാൻ ആരും ആവശ്യമില്ല. എനിക്ക് പോകാനറിയാം. അത് കേട്ട് ദേവാംഗന പുഞ്ചിരിച്ചു. അമരനും ചിരിച്ചുകൊണ്ട് അവരോട് യാത്ര പറഞ്ഞ് ലേലശാലയിൽ നിന്ന് ഇറങ്ങി. പുറത്തേക്ക് വരുന്ന വഴിയിൽ വെച്ച് അമരൻ മോതിരം വിരലിൽ അണിഞ്ഞു. പിന്നീട് തിരിഞ്ഞുപോലും നോക്കാതെ ധൃതിയിൽ നടന്നു. അതേസമയം ലേലശാലയിൽ ചിരഞ്ജീവ ഗുരുവിനെ നോക്കി ദേവാംഗന ചിരിച്ചു. അവളുടെ കണ്ണുകൾ മേശപ്പുറത്ത് വെച്ചിരുന്ന നീലക്കടലാസിൽ പതിഞ്ഞു. ദേവാംഗന ചിരഞ്ജീവ ഗുരുവിനെ നോക്കി പറഞ്ഞു, ഗുരു, എനിക്കൊരു ചെറിയ സംശയമുണ്ട്. അമൃതധാരാപാനീയം നിർമ്മിക്കാൻ ഇത്ര എളുപ്പമാണോ? തീർച്ചയായും അല്ല. അത്ര എളുപ്പമായിരുന്നെങ്കിൽ ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കാമായിരുന്നില്ലേ? ഈ പാനീയം ഉണ്ടാക്കുന്ന പ്രത്യേക രീതിയിൽ ഗുളികകളുടെ രാജാവ് എന്ന് വിളിക്കാവുന്ന ചാന്ദ്രൻ പോലും 10ൽ 7 തവണ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. സാധാരണയായി 4ാം തരം വൈദ്യന്മാർ ആണെങ്കിൽ പോലും അവർ ഇതിൽ 10ൽ 5 തവണ മാത്രമേ വിജയിക്കൂ. ചിരഞ്ജീവ ഗുരു പറഞ്ഞു. ഒരു പക്ഷേ ഈ വൈദ്യർ തന്റെ ആദ്യ ശ്രമത്തിലൊക്കെ പരാജയപ്പെട്ടിരിക്കാം. ദേവാംഗന ഊഹിച്ചു പറഞ്ഞു. അതെങ്ങനെ നമുക്ക് പറയാൻ കഴിയും? അവൻ ഇതിനു മുമ്പ് പല തവണ ശ്രമിച്ചിട്ടുണ്ടാകണം. ഈ വിജയരഹസ്യം കൈപ്പിടിയിൽ ഒതുക്കണമെങ്കിൽ ഭാഗ്യം വളരെ പ്രധാനമാണ്. ആർക്കറിയാം, അദ്ദേഹത്തിന്റെ കയ്യിൽ ഭാഗ്യമുണ്ടോ എന്തോ? ചിരഞ്ജീവ ഗുരു പറഞ്ഞു. ഗുരു സംശയത്തോടെ ദേവാംഗന വിളിച്ചു. ഒരു പക്ഷേ ഇത് 5ാം തരത്തിലുള്ള ഒരു വൈദ്യനായിരുന്നെങ്കിൽ എല്ലാ ശ്രമവും വിജയിച്ചേനെ, ദേവാംഗന പറഞ്ഞു. അവളുടെ ചോദ്യത്തിന് പുഞ്ചിരിച്ചുകൊണ്ട് ചിരഞ്ജീവ ഗുരു മറുപടി പറഞ്ഞു. തീർച്ചയായും അയാൾക്ക് 5ാം നില വൈദ്യനാകാൻ തരമില്ല. കാരണം നമ്മുടെ പാഞ്ചാല നഗരത്തിലെ എല്ലാ ബിഷോഗരന്മാരെയും എനിക്കറിയാം. ഇവിടെ 5ാം തലത്തിലുള്ള കുറച്ച് ബിഷോഗരന്മാരേ ഉള്ളൂ. അവർ ഈ സമൂഹത്തിൽ അറിയപ്പെടുന്നവരാണ്. എന്തോ മനസ്സിലായതുപോലെ അവൾ തലയാട്ടി പറഞ്ഞു. അങ്ങ് പറഞ്ഞത് ശരിയാണ് ഗുരു. എനിക്ക് ബിഷോഗരന്മാരുമായി വലിയ പരിചയമില്ല. ആശയക്കുഴപ്പത്തോടെ ദേവാംഗന ചിരഞ്ജീവ ഗുരുവിനെ നോക്കി നിന്നു. 40. മുഖമില്ലാത്ത വൈദ്യനെ തെറ്റിദ്ധരിച്ചതിൽ വല്ലാത്ത കുറ്റബോധം തോന്നി ദേവാംഗനയ്ക്ക്. അങ്ങനെയൊന്നും അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ലായിരുന്നു. അമൃതധാര ഔഷധം സൗജന്യമായി
ചക്രാനന്ദ ലേലശാലയ്ക്ക് വേണ്ടി നിർമ്മിച്ചു നൽകുന്ന മഹാവൈദ്യന്റെ മഹാമനസ്സിനെ ദേവാംഗന നന്ദിയോടെ സ്മരിച്ചു. അങ്ങ് പറഞ്ഞത് ശരിയാണ് ഗുരുവേ. എനിക്ക് വിഷഗുരന്മാരുമായി വലിയ പരിചയമില്ല. അതുകൊണ്ടാ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് സംശയം പ്രകടിപ്പിച്ചത്. അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിച്ചു പോയ കാര്യങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് വല്ലാതെ വിഷമം തോന്നുന്നുണ്ട് ഗുരുവേ. അങ്ങ് ഒന്നു മാത്രം പറയൂ, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയോ? ദേവാംഗന ചോദിച്ചു. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇത്രയും വലിയ കാര്യങ്ങൾ കേൾക്കുന്നവർ ആരായാലും എല്ലാ വശവും ചിന്തിച്ചു പോവും. നിനക്ക് സംശയം തോന്നിയത് സ്വാഭാവികം മാത്രം. ദേവാംഗന വളരെ ബുദ്ധിപൂർവമാണ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. അതിൽ ഞാൻ നിന്നെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു. നമ്മൾ കണ്ടുമുട്ടിയ ദിവസം തൊട്ടേ ആ മുഖമില്ലാത്ത വൈദ്യരുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ അവ്യക്തതകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ നിഗൂഢതകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അടുത്ത തവണ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാതെ ദേഷ്യപ്പെടരുത്. അദ്ദേഹത്തോട് ഇടപെടുമ്പോൾ കുറച്ചുകൂടെ ക്ഷമ കാണിക്കേണ്ടത് ആവശ്യമാണ്. അതുമാത്രമല്ല, അദ്ദേഹത്തെ പോലുള്ള ആളുകൾ നമ്മളോട് ദേഷ്യപ്പെടാത്തിടത്തോളം കാലം നമ്മൾ അവരെ ഭയപ്പെടേണ്ടതില്ല. ദേവാംഗന മേശയുടെ മുൻപിൽ വെച്ചിരുന്ന കസേരയിലിരുന്നു. തളർന്ന സ്വരത്തിൽ ചിരഞ്ജീവ ഗുരുവിനോട് പറഞ്ഞു, ഇത്രയും വില കുറഞ്ഞ ഔഷധ സസ്യങ്ങൾ കൊണ്ട് ഈ വൈദ്യർ എന്തു ചെയ്യാൻ പോകുന്നു എന്ന് എനിക്കറിയില്ല. ഈ ഹിമവാഹിനിയിലെ എല്ലാവർക്കും സമ്പന്നരാകാൻ കഴിയില്ല. വൈദ്യശാസ്ത്രത്തിൽ ഇത്തരം വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുള്ള ഔഷധങ്ങളും ആവശ്യമാണ്. രക്തസ്രാവം നിർത്താനും എല്ലുകളെ ശക്തിപ്പെടുത്താനും മുറിവുകൾ ഉണക്കാനും ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾക്ക് കഴിയും. ഇതുപോലെ നിരവധി ഉൽപ്പന്നങ്ങൾ ഔഷധ ലോകത്തുണ്ട്. ചിരഞ്ജീവ ഗുരു പറഞ്ഞു. ഗുരു പറയുന്നതെല്ലാം വാസ്തവമാവാം. പക്ഷേ എനിക്കൊരു കാര്യം ഇനിയും വ്യക്തമാകുന്നില്ല. ഈ ഉയർന്ന നിലവാരത്തിലുള്ള വൈദ്യർ എന്തിനാണ് ഇത്രയും വില കുറഞ്ഞ മൂലികകൾ ഉപയോഗിച്ചുള്ള മരുന്നുകൾ തയ്യാറാക്കുന്നത്? ഒരു പക്ഷേ അങ്ങ് പറഞ്ഞത് തന്നെയായിരിക്കും സത്യം. എങ്കിലും നിരവധി സംശയങ്ങൾ ദേവാംഗനയുടെ മനസ്സിൽ നിറഞ്ഞു നിന്ന് ഒടുവിൽ എന്തോ തിരിച്ചറിഞ്ഞ പോലെ അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. അവൾ പെട്ടെന്നെന്തോ തിരിച്ചറിഞ്ഞ പോലെ മേശയിൽ തട്ടി ദേവാംഗന ഉച്ചത്തിൽ പറഞ്ഞു, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ദേവാംഗന എന്താണ് പറയുന്നതെന്ന് മനസ്സിലാകാതെ ചിരഞ്ജീവ ഗുരു അമ്പരന്നു അവളെ നോക്കി നിന്നു. ആ താരകീയ വംശത്തിന് മരുന്ന് തയ്യാറാക്കുകയാണ് ഈ വൈദ്യൻ. താരകീയ വംശത്തിന് മരുന്ന്? നീ എന്താണ് പറയുന്നത്? എന്തിനാണ് ഈ മഹാനായ വൈദ്യൻ താരകീയ രാജവംശത്തിന് വേണ്ടി മരുന്ന് തയ്യാറാക്കുന്നത്? ആർക്കാണ് അവിടെ മരുന്ന് ആവശ്യം? ചിരഞ്ജീവ ഗുരു ആശ്ചര്യത്തോടെ ചോദിച്ചു. അതേ ഗുരു, കടകവംശക്കാർ ഏതോ വൈദ്യരെ കൊണ്ട് പുതിയ മരുന്ന് കണ്ടുപിടിച്ചു. ആ മരുന്നിന്റെ പേര് ചുരുൾ ഗുളിക എന്നാണ്. ആ മരുന്ന് വില കുറഞ്ഞതും വീര്യമുള്ളതുമായ ഗുളികയാണ്. നമ്മുടെ നാട്ടിലെങ്ങും ഈ പുതിയ മരുന്നിനെ കുറിച്ചാണ് സംസാരം. ഈ പുതിയ മരുന്ന് കടകവംശരുടെ ചന്തയിൽ വിൽക്കുന്നുണ്ട്. കുറഞ്ഞ വിലയ്ക്കാണ് മരുന്ന് വിൽക്കുന്നത്. അതിനാൽ ഏവർക്കും മരുന്ന് യഥേഷ്ടം ലഭിക്കും. ഈ മരുന്ന് കടകവംശരുടെ ചന്തയിൽ വിൽക്കുന്നത് കൊണ്ട് അവിടേക്ക് ജനപ്രവാഹമാണ്. ഈ കാരണം കൊണ്ട് താരകേയ രാജവംശത്തിന്റെ ചന്തയിൽ വലിയ സാമ്പത്തിക തകർച്ച ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ? അതുകൊണ്ട് ഈ വൈദ്യൻ നമ്മളോട് പച്ചമരുന്ന് വാങ്ങുന്നതുമായി എന്താണ് ബന്ധം? ചിരഞ്ജീവ ഗുരു പറഞ്ഞു. അതിന് ബന്ധമുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ഗുരുവിനും ആ കാര്യം വ്യക്തമാവും. കഴിഞ്ഞ ലീലത്തിൽ നടന്ന കാര്യം മാത്രം ഓർത്താൽ മതി, മനസ്സിലാവും. ഈ വൈദ്യർ താരകേയ മഹാരാജാവ് അരുണേന്ദ്രനോട് അവർ കണ്ടുമുട്ടിയ ദിവസം പറഞ്ഞത് എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ പുത്രനുമായി സംസാരിക്കുമെന്ന്. ആ കണ്ടുമുട്ടൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ? അതിന്റെ ഫലമായി താരകേയ രാജവംശം ഇപ്പോൾ നേരിടുന്ന ആ പ്രതിസന്ധി തരണം ചെയ്യാൻ വൈദ്യർ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ? ആ സഹായം പുതിയ ഔഷധം നിർമ്മിച്ച് താരകേയ വംശജരുടെ ചന്തയിൽ വിൽക്കുന്നതാണെങ്കിലോ? ഇങ്ങനെയും സംഭവിച്ചുകൂടെ? ദേവാംഗന തന്റെ ആഴത്തിലുള്ള ചിന്തയിൽ നിന്നും ഉണർന്നുകൊണ്ട് ചിരഞ്ജീവ ഗുരുവിനോട് പറഞ്ഞു. അതേസമയം അമരൻ ലേലശാലയിൽ നിന്നിറങ്ങി ആർക്കും സംശയം തോന്നാതിരിക്കാൻ അതേ മുഖമില്ലാത്ത വൈദ്യന്റെ കറുത്ത വേഷത്തിൽ തന്നെ കുറെ നേരം നഗരത്തിലൂടെ കറങ്ങി. ഒടുവിൽ അമരൻ ഏറെ സമയത്തിനു ശേഷം കുടിലിനകത്തേക്ക് കയറി തന്റെ നിത്യവസ്ത്രങ്ങൾ വീണ്ടും ധരിച്ചു. അമരൻ തന്റെ കയ്യിലെ ചുവന്ന മോതിരം ശ്രദ്ധയോടെ നോക്കി. മോതിരം ഒരു പ്രത്യേക ലോഹം കൊണ്ടാണ് നിർമ്മിച്ചത്. ഇതിനെ ആളുകൾ
മാന്ത്രിക സംഭരണികൾ എന്ന് വിളിക്കുന്നു. ഈ കല്ലിന്റെ പ്രത്യേകത മാന്ത്രിക വിദ്യ ഉപയോഗിച്ച് ചില കാര്യങ്ങൾ അതിനുള്ളിൽ സുരക്ഷിതമായി സൂക്ഷിക്കാൻ കഴിയും എന്നതാണ്. ഈ പ്രത്യേക രീതിയിൽ നിർമ്മിച്ച മോതിരം ആർക്കും എളുപ്പത്തിൽ ലഭ്യമാകാത്തതിനാൽ അതിന്റെ വില വളരെ ഉയർന്നതായിരുന്നു. ഇതിനു മുമ്പ് അമരൻ ഇങ്ങനെ ഒരു മോതിരം കണ്ടത് തന്റെ പിതാവിന്റെയും രാജവംശത്തിലെ മുതിർന്നവരുടെയും കയ്യിലായിരുന്നു. അമരൻ ആ മോതിരം കയ്യിലെടുത്ത് അല്പനേരം അത്ഭുതത്തോടെ നോക്കി നിന്നു. പിന്നെ അത് വീണ്ടും തന്റെ സഞ്ചിയിൽ വെച്ചു. സമയം ഏറെ വൈകിയിരുന്നു. തന്റെ അസാന്നിധ്യം കൊട്ടാരത്തിൽ ആരും ശ്രദ്ധിക്കാതിരിക്കാൻ കുമാരൻ തന്റെ കൊട്ടാരത്തിലേക്ക് ധൃതിയിൽ നടന്നു. അകത്ത് കടന്ന് കുത്തനെയുള്ള പടികൾ കയറി അറയിലെത്താൻ ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് പിതാവിന്റെ ശബ്ദം കേട്ടു. പിതാവിന്റെ ശബ്ദത്തിൽ വല്ലാത്ത ദേഷ്യവും വിഷമവും ഉണ്ടായിരുന്നു. കഷ്ടം, ഈ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിച്ച് പിതാവ് വിഷമിക്കുന്നുണ്ടല്ലോ. അതാ അവർ പതിവ് പോലെ രാജസദസ്സിൽ ഇരുന്നു ചന്തയിലെ പ്രതിസന്ധിയെക്കുറിച്ച് സംസാരിക്കുകയാണ്. അമരൻ വാതിലിന് പിന്നിൽ രഹസ്യമായി നിന്നു അവരുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ആ അംഗശിലർ നമ്മളെ അനാവശ്യമായി കളിയാക്കുന്നു. അവനെ ഒരു പാഠം പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ പ്രശ്നം ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ല. കടകവംശർ ചെയ്ത കാര്യം നമ്മൾ വെറുതെ വിട്ടാൽ കലവരനും നാളെ ഇതുപോലെ ചെയ്തു കൂടുന്നില്ല. മാത്രമല്ല, ഇങ്ങനെ പോയാൽ നമ്മുടെ ഖജനാവ് കാലിയാകും. താരകീയ വംശത്തെ തകർക്കാനായി അവർ ഇരുകൂട്ടരും കൈകോർക്കാനും ഇടയുണ്ട്, അരുണേന്ദ്രൻ കോപത്തോടെ പറഞ്ഞു. പിതാവിന്റെ ശബ്ദത്തിൽ നിന്നും വ്യക്തമായിരുന്നു അദ്ദേഹത്തിന്റെ ദേഷ്യം. അപ്പോഴാണ് ഒരു മുതിർന്ന താരകീയ വംശ അംഗം തന്റെ അഭിപ്രായം പറഞ്ഞത്. ഇപ്പോൾ തന്നെ നമ്മുടെ ചന്തയിൽ കച്ചവടം പകുതിയും നഷ്ടമാണ്. ബാക്കിയുള്ള ചെറുകിട കച്ചവടക്കാർ ഇപ്പോൾ പേടിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ അന്തിച്ചു നിൽക്കുകയാണ്. മാത്രമല്ല, മറ്റൊരു കൂട്ടർ കടകവംശക്കാരുടെ ചന്തയിൽ പോയി കച്ചവടം നടത്താനുള്ള പദ്ധതിയിലാണ്. ചിലർ അവിടെ കട തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയധികം കഷ്ടപ്പെടുന്നത്. ഈ അവസ്ഥ തുടർന്നാൽ നമ്മൾ രാജവംശത്തിന്റെ പ്രധാന വരുമാന മാർഗമായ ചന്ത തകർന്ന ദിവസം വിദൂരമല്ല, അദ്ദേഹം പറഞ്ഞു. കടക രാജവംശത്തോട് എല്ലാവർക്കും കടുത്ത ദേഷ്യമാണെന്ന് അമരന് മനസ്സിലായി. അപ്പോൾ ആൾക്കൂട്ടത്തിനിടയിൽ ഒരു മധ്യവയസ്കൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, രാജാവേ, അങ്ങ് ഉത്തരവിട്ടാൽ നാം രാജവംശത്തിലെ ഏറ്റവും മികച്ച പടയാളികളെ അയച്ച് ആ വൈദ്യരുടെ കഥ കഴിച്ചാലോ? തീയുണ്ടെങ്കിലല്ലേ പുക ഉണ്ടാകൂ, മുളയുണ്ടെങ്കിലല്ലേ വേണുഗാനം കേൾക്കൂ. കടകവംശരോടുള്ള പകയിൽ അദ്ദേഹം തിളച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് അരുണേന്ദ്രൻ മറുപടി ഒന്നും പറഞ്ഞില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് ചിലർ അനുകൂലിച്ചു സംസാരിച്ചു. അത്തരത്തിൽ മറ്റുള്ളവർ സംസാരിക്കുന്നത് കേട്ട് രാജാവ് ഏതാനും നിമിഷങ്ങൾ സ്തംഭിച്ചു നിന്നു. നിങ്ങളെല്ലാവരും കരുതുന്നത് പോലെ എളുപ്പമല്ല അത്. ആ അംഗശിലർ വളരെ ബുദ്ധിമാനാണ്. ആ വൈദ്യന്റെ സംരക്ഷണത്തിനായി 2 മഹായോഗികളെ നിയമിച്ചിട്ടുണ്ടെന്നാണ് ചാരന്മാർ അറിയിച്ചത്. അതിനാൽ അവരെ കടന്ന് നമുക്ക് വൈദ്യനെ ഒന്നും ചെയ്യാൻ കഴിയില്ല, മറ്റു ചിലർ പറഞ്ഞു. പിന്നെ മഹാരാജാവേ, ഒരു അരാജകത്വം ഇങ്ങനെ തുടർന്നാൽ നമ്മുടെ രാജവംശം വളരെ വേഗം നശിക്കും. നമ്മുടെ കൊട്ടാരത്തിന്റെ വരുമാനം ഭൂരിഭാഗവും വിപണിയിൽ നിന്നാണ് വരുന്നത്. അങ്ങേക്കും ഇതറിയാവുന്നതല്ലേ? അതാണ് ഇല്ലാതാവുന്നത്. രാജ്യം ദരിദ്രമാവും. ഒരു നിഗമനത്തിലെത്താൻ അരുണേന്ദ്രന് കഴിഞ്ഞില്ല. അദ്ദേഹം എല്ലാത്തിനും മൗനം പാലിച്ചു. മുതിർന്ന അംഗങ്ങൾക്ക് സാധാരണയായി കൂടുതൽ അനുഭവ പരിജ്ഞാനം ഉണ്ടാകും. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് മഹാരാജാവ് ശ്രദ്ധിച്ചു. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ എനിക്കൊരു ആശയം തോന്നുന്നുണ്ട്. അന്ന് ലേലം കഴിഞ്ഞ് മഹാരാജൻ ഒരു വൈദ്യരെ സന്ധിച്ചിരുന്നില്ലേ? അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവരുടെയും കണ്ണുകൾ അദ്ദേഹത്തിലേക്ക് ആഴ്ന്നിറങ്ങി. എനിക്ക് തോന്നുന്നത് ആ വൈദ്യർക്ക് അങ്ങയെ സഹായിക്കാനുള്ള മനസ്സുണ്ടെന്നാണ്. ഞാൻ നേരെ കാര്യത്തിലേക്ക് വരാം. ചിരഞ്ജീവ ഗുരുവിനോട് ഈ ദേശത്തിനൊന്നാകെ വലിയ ബഹുമാനമാണ്. അങ്ങനെയുള്ള അദ്ദേഹം പോലും വളരെയേറെ ബഹുമാനിക്കുന്ന ആ വൈദ്യൻ നിസ്സാരക്കാരനല്ല. അദ്ദേഹം നമ്മളെ സഹായിക്കാൻ മനസ്സ് കാണിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. അംഗശലനെ നമുക്കൊരു പാഠം പഠിപ്പിക്കാൻ കഴിയും. എന്താ അങ്ങ് പറയുന്നത്? വൈദ്യർ ഉയർന്ന സ്ഥാനത്താണെന്ന് നിങ്ങൾ പറയുന്നു. ഉന്നത സ്ഥാനത്തുള്ള ഒരു വൈദ്യർ എങ്ങനെ നമ്മളെ സഹായിക്കാൻ തയ്യാറാവും? ഇതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിന് ഒരു പ്രയോജനവും കിട്ടാൻ പോകുന്നില്ല. അദ്ദേഹത്തിന് കൂടുതൽ പണം സമ്പാദിക്കാനുള്ള അവസരവും ഈ സാഹചര്യത്തിൽ നിന്നും ലഭിക്കുന്നില്ല. അപ്പോൾ പിന്നെ അദ്ദേഹം നമ്മളെ സഹായിക്കുമോ? എനിക്കെന്തോ തോന്നുന്നില്ല. രാജവാക്യം കേട്ട എല്ലാവർക്കും അരുണേന്ദ്രൻ പറഞ്ഞത് ന്യായമാണെന്ന് തോന്നി. അദ്ദേഹം പറയുന്നത് പരമമായ സത്യമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി.
എല്ലാവരും നിശബ്ദരായിരിക്കുന്നത് കണ്ട അരുണേന്ദ്രൻ ഒടുവിൽ ഒരു നിഗമനത്തിലെത്തി. ശരി, ഈ പ്രശ്നം നമുക്ക് മറ്റൊരിക്കൽ സംസാരിക്കാം. കുറച്ചു ദിവസം കൂടി നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം. അംഗശീലർ തന്റെ പ്രകടനം ഉപേക്ഷിച്ചാൽ നമുക്ക് ഉറച്ച തീരുമാനമെടുക്കാം. ആക്രമണം തുടങ്ങാം. അവരോട് നമുക്ക് നമ്മുടെ ശൈലിയിൽ തന്നെ മറുപടി പറയാം, അരുണേന്ദ്രൻ പറഞ്ഞു. വാതിലിനു പിന്നിൽ നിന്നുകൊണ്ട് ഇതെല്ലാം കേട്ടുനിന്ന അമരൻ പുഞ്ചിരിച്ചുകൊണ്ട് സഞ്ചിയിൽ നിന്നും മാന്ത്രിക മോതിരം പുറത്തെടുത്ത് തന്റെ മുറിയിലേക്ക് നടക്കാൻ തുടങ്ങി. മുറിയിലെത്തിയ അമരൻ അകത്തേക്ക് കയറി വാതിലടച്ച് ആവശ്യമായ സാധനങ്ങൾ എടുത്തു. മരുന്ന് തയ്യാറാക്കാൻ വേണ്ട മൂലികകൾ സ്വരുക്കൂട്ടി വെച്ചു. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ഒരുക്കി അമരൻ രഹസ്യമായി കൊട്ടാരം വിട്ട് നേരെ പോയത് അപരാജിത പട്ടം നേടിയ ഗുഹയിലേക്കാണ്. മരുന്ന് തയ്യാറാക്കുമ്പോൾ ആരും തന്നെ ശല്യപ്പെടുത്തരുതെന്ന് കരുതി രഹസ്യമായി അത് തയ്യാറാക്കാൻ അവിടേക്ക് പോയി. അവൻ ആദ്യമായി ഇത് പരീക്ഷിക്കുന്നതിനാൽ കൊട്ടാരത്തിൽ ഇത് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കുമെന്ന് അവന് തീർച്ചയായിരുന്നു. അങ്ങനെ ഒരു ശല്യവും ഉണ്ടാകാതിരിക്കാൻ അവൻ ഗുഹയിലേക്കെത്തി. പ്രവേശിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു പാമ്പ് തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയ ശേഷം അയാൾ അകത്തേക്ക് പ്രവേശിച്ചു. അമരൻ അകത്തേക്ക് പ്രവേശിച്ച ശേഷം ഒരിടത്ത് ചമ്രം പടിഞ്ഞിരുന്നു. സഞ്ചിയിൽ നിന്ന് ചുവന്ന കല്ല് പതിച്ച ഒരു മാന്ത്രിക മോതിരം പുറത്തെടുത്തു. അവൻ അത് തുറക്കാൻ ശ്രമിച്ച് വിരലുകൾ കൊണ്ട് തടവി. പിന്നെ ഒരു ചുവന്ന വെളിച്ചം മോതിരത്തിൽ നിന്നും പുറത്തേക്ക് വന്നു. പെട്ടെന്ന് അമരന്റെ കയ്യിൽ നിന്നും മോതിരം തെന്നി താഴെ വീണു. അതിൽ നിന്നും ഒരു ചെറിയ പെട്ടി പ്രത്യക്ഷപ്പെട്ടു. അമരൻ ആ പെട്ടി സസൂക്ഷ്മം നിരീക്ഷിച്ചു. അതിന് കടും ചുവപ്പ് നിറമായിരുന്നു. ഗുഹയുടെ കുറഞ്ഞ വെളിച്ചത്തിൽ പോലും അത് വിചിത്രമായി തിളങ്ങുന്നുണ്ടായിരുന്നു. അതിന്റെ ചുവട്ടിൽ 2 അപകടകാരികളായ പാമ്പുകളെ പോലെയുള്ള 2 രൂപങ്ങൾ കൊത്തിവെച്ചിരുന്നു. അവർ പരസ്പരം നോക്കുന്നത് പോലെ തോന്നി. അവയുടെ പത്തി പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. ആ പത്തിക്ക് ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. അതിന്റെ താഴത്തെ ഭാഗത്ത് 2 ദ്വാരങ്ങൾ ഉണ്ടായിരുന്നു. അമരൻ മോതിരം തടവി വരുണമിത്രനെ വിളിച്ചു. പക്ഷേ വരുണമിത്രൻ വന്നില്ല.